ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം അഭിയുടെ ട്രാക്കിൽ മഹിമ വീണിരിക്കുകയാണല്ലേ. മഹിമയ്ക്ക് അത് ആരാണ് വിളിക്കണത് എന്നൊന്നും അറിയുന്നില്ല കേട്ടോ. നമ്മുടെ മഹിമ ആകെ പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ്. അവൾ ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയതും കണ്ടത് ആ ഒരു വീഡിയോ ആണ്. അവൻ എടുത്തിട്ട് അങ്ങനെ അയച്ചു കൊടുക്കുന്നത് നമ്മുടെ മഹിമയ്ക്കാണ് കേട്ടോ. എന്നിട്ട് മഹിമ അത് കണ്ട് ഷോക്കാവണം. അപ്പം തന്നെ നമ്മുടെ അഭി വിളിക്കുകയാണ്. അഭിയാണോ വിളിക്കുന്നത് നമ്മുടെ മഹിമയ്ക്ക് അറിയില്ല കേട്ടോ. അഭിൻ്റെ ഒരു രണ്ട് ഫ്രണ്ട്സും ഉണ്ട്. അവരാണ് ഈ ഒരു പണിയൊക്കെ ഒപ്പിച്ചത് കേട്ടോ. മഹിമയ്ക്ക് അറിയില്ല അഭിയാണ് വിളിക്കണതെന്ന്. എന്നിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ മഹിമ. അത് കണ്ടത് ഷോക്കായി നിൽക്കല്ലേ. എന്നിട്ട് പറയും, നീ ഈ വീഡിയോ കണ്ടില്ലേ, നീക്ക് കുറച്ച് അഹങ്കാരമുണ്ട്, നീ എന്തായാലും ഇങ്ങനെയൊന്നും നടക്കേണ്ട ആളല്ല, നിന്നെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ എത്തിക്കാം എന്നൊക്കെ പറയണേ. നിങ്ങൾക്ക് എന്താ വേണ്ടത്, നിങ്ങളൊക്കെ ആരാന്നൊക്കെ ചോദിക്കണം, അതൊന്നും നീ അറിയണ്ട, പക്ഷെ ഞാൻ നിന്നെ വലിയൊരാളാക്കി തരാന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ് കേട്ടോ. നിന്നെ ഞാൻ ഇൻ്റർനെറ്റിലൊക്കെ ഇട്ടിട്ട് വലിയൊരാളാക്കാന്നൊക്കെ പറഞ്ഞിട്ട് പറയണം. അതൊക്കെ എന്തിനാണ്, പ്ലീസ് അതൊന്നും വേണ്ട പറഞ്ഞിട്ട് പറയണേ. നമ്മുടെ മഹിമ കരഞ്ഞുകൊണ്ടാണ് പറയണത്. പക്ഷെ നമ്മുടെ അബിക്ക് അവളോട് നല്ല ദേഷ്യമുണ്ട്, അവനെ തല്ലിയതല്ലേ. അപ്പം അതിൻ്റെ ഒരു ദേഷ്യത്തിലാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെയും നമ്മുടെ അബി പറയുന്നുണ്ട്, ഞാൻ പറയണതെല്ലാം നീ കേൾക്കണം, കേട്ടില്ല പറഞ്ഞാൽ ഞാൻ അപ്പം ആ വീഡിയോ എടുത്ത് ഇടും പറഞ്ഞാൽ ഇട്ടും പറഞ്ഞിട്ട് പറയണം കേട്ടോ. എന്താ ഞാൻ ചെയ്യേണ്ടത് നിങ്ങൾ പറയും. ശരി, കുറച്ച് നീ മുമ്പോട്ട് നടക്കുക പറഞ്ഞിട്ട് പറയണം കേട്ടോ. അപ്പം നമ്മുടെ അവൻ്റെ ഒപ്പമുള്ള ഫ്രണ്ട്സൊക്കെ പറയുന്നുണ്ട്, എന്തിനാണ് നീടെ വേണ്ട, അവൻ ചാവുന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. പക്ഷെ അഭി അതൊന്നും കേൾക്കണേ ഇല്ല കേട്ടോ. എന്നിട്ട് പറയും, കുറച്ച് നടന്നിട്ട് നീ സ്റ്റെയർ കേസ് കയറി പോയിട്ട് മരിക്കണം പറഞ്ഞിട്ട് പറയണം. അതാവുമ്പോൾ ഞാൻ ഈ വീഡിയോ ഇട്ടു പറഞ്ഞാൽ നിനക്ക് ആ ഒരു അപമാനം ഏൽക്കുകയും വേണ്ട, നിനക്ക് ആ ഒരു നാണക്കേട് ഒന്നും ഉണ്ടാവില്ല. നീ മരിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ പിന്നെ ആരും ഒന്നും ശ്രദ്ധിക്കില്ലല്ലോ. നീ ഇത് കണ്ടിട്ട് ആത്മഹത്യ ചെയ്താന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും വിശ്വസിക്കും പറഞ്ഞിട്ട് പറയണം. നമ്മുടെ അഭി പറയണ പോലെ നമ്മുടെ മഹിമ ചെയ്യാണ് കേട്ടോ. മഹിമ അങ്ങോട്ട് കയറിപ്പോയിട്ട് ആൾക്ക് നല്ല പേടിയുണ്ട്. നമ്മളൊക്കെ വിചാരിച്ചു മഹിമ ഒരു നല്ലൊരു തൻ്റെയുള്ളൊരു കുട്ടിയാണ്. പക്ഷെ നമ്മുടെ മഹിമ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം മഹിമ അത്രയ്ക്കൊന്നും ഇല്ലാന്ന്. അവൻ്റെ ഒരു ഫോൺ കോളിൽ തന്നെ നമ്മുടെ മഹിമ ഒന്നും ഇല്ലാണ്ടായിട്ടോ. എന്നിട്ട് ചാടാനൊക്കെ നോക്കുന്നു. പക്ഷെ ആൾക്ക് നല്ല പേടിയുണ്ട്. കാരണം അവൾക്ക് ഡോക്ടർ ആവാൻ എന്നുള്ള ഒരു വലിയൊരു ആഗ്രഹമുണ്ട്. അച്ഛനെ കൊടുത്തൊരു വാക്കാണ് ഡോക്ടർ ആവണമെന്ന്. പക്ഷേ ഈ ഒരു അവസരത്തിൽ അവളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം നശിച്ചു പോകും. അവളുടെ ജീവിതമേ ഇപ്പോൾ ഒരു കപ്പൽ പോലെയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ ആലോചിക്കുകയാണ് കേട്ടോ. നല്ല സങ്കടപ്പെട്ടിട്ട് കരയാണ്. എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യണത്, എനിക്ക് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭി പറയുന്നുണ്ട് കേട്ടോ. എൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്, നീ ചാടണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഹിമ കാലൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം തന്നെ അഭി പറയും, എനിക്ക് ഇതാണ് വേണ്ടത്, ഞാൻ പറയണതെല്ലാം നീ അനുസരിക്കണം, ഇത് മാത്രം എനിക്ക് മതി. അപ്പം നമ്മൾ രണ്ടാളും ഞാൻ പറയണത് നീ കേട്ടിട്ട് പോയി പറഞ്ഞാൽ നമ്മൾ രണ്ടാളും ഒരു ഇതിൽ പോകും. അതല്ല, ഞാൻ പറയണത് കേൾക്കാത്തതാണ് പറഞ്ഞാൽ ഞാൻ ഇത് വലിയൊരു പ്രശ്നമാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഭീഷണിപ്പെടുത്തുകയാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹിമ അങ്ങനെ വരുന്നത് ഗിരിയുടെ വീട്ടിലേക്കാണ്. അങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ നമ്മുടെ മഞ്ജു അവളുടെ അടുത്തേക്ക് വരും കേട്ടോ. എന്നിട്ട് മഞ്ജു അവളെ കണ്ടിട്ട് അവളുടെ മഹിമൻ്റെ മുഖം അങ്ങോട്ട് മാറി ചുവന്നിട്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ മഞ്ജു ചോദിക്കും, എന്താ മോളെ പറ്റിയത്, നീ കുറച്ച് ദിവസമായിട്ട് നല്ല സങ്കടത്തിലാണ്, എന്താ കാര്യം പറഞ്ഞിട്ട് പറയണ്ടേ. പക്ഷെ നമ്മുടെ മഹിമയ്ക്ക് അത് എങ്ങനെയാണ് ചേച്ചിയോട് പറയേണ്ടതെന്ന് അറിയില്ല കേട്ടോ. എന്നിട്ട് നമ്മുടെ മഹിമ എന്തൊക്കെയോ പറയുമ്പോൾ നമ്മുടെ മഞ്ജുവിനത് ഉൾക്കൊള്ളാനേ ആവണില്ല. മഞ്ജു ഷോക്കാവാണ്. എന്താ മോളെ നീ പറയണത്, ഇതൊക്കെ എന്താ ഇങ്ങനെയൊക്കെ, ഇതൊക്കെ ആരാണ് ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിക്കണം. പക്ഷെ നമ്മുടെ മഹിമയ്ക്ക് ഇത് ആരാ ചെയ്യണമെന്നോ എന്നൊന്നും അറിയില്ല കേട്ടോ. എന്തായാലും ഈ ഒരു സത്യം വെളിക്ക് വരും, ധാര ചെയ്തെന്നും അവനിക്കുള്ള നല്ലൊരു പണിയായിട്ട് നമ്മുടെ ഗിരി എന്തായാലും ഇറങ്ങും കേട്ടോ. കുറച്ച് ഡേയ്സ് ഈ ഒരു എപ്പിസോഡ് ഇങ്ങനെ പോയിക്കോളും. മഞ്ജുവിന് ഇതെന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. എൻ്റെ അനിയത്തി ഇങ്ങനെയൊക്കെ ഒരു ചതിയിൽ പോയി പെടുവോ, ഞാൻ ഇങ്ങനെയൊന്നുമല്ല നിന്നെക്കുറിച്ച് വിചാരിച്ചത്, എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവിന് ആകെ ഷോക്കാവാണ് കേട്ടോ. എന്നിട്ട് പിന്നെ കാണിക്കുന്ന സീൻ വന്നിട്ട് നമ്മുടെ മഞ്ജുവും ഗിരിയും ഒന്നിക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശാലിനി ആദ്യം ഒരു ദിവസം വന്നിട്ട് പോലീസ് സ്റ്റേഷൻ വന്നിട്ട് വെല്ലുവിളിച്ച് പോയല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു വെല്ലുവിളിയായിട്ട് ആൾ വരികയാണ്, എനിക്കൊരു സെക്യൂരിറ്റിനെ വേണം, എനിക്ക് ഭീഷണിയുണ്ട്, അപ്പോൾ ഒരു സെക്യൂരിറ്റി വേണം, അത് ഒരു വനിതാ സെക്യൂരിറ്റി തന്നെ വേണം പറഞ്ഞിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയി പറയണം. അവിടെയാണെങ്കിൽ വനിതാ സെക്യൂരിറ്റി ആയിട്ട് നമ്മുടെ മഞ്ജു മാത്രമല്ലേ ഉള്ളൂ. മഞ്ജു അത് കേട്ടതും, ഓ എന്നെയാണ് അവൾ ഇതാക്കാൻ വേണ്ടി വരുന്നത് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജുവിന് അത് മനസ്സിലായിട്ടോ.
എന്നിട്ട് അവിടെയുള്ള സാറ് പറയുന്നുണ്ട്, മോളെ നീയല്ലേ ഇവിടെ വനിതയായിട്ടുള്ളൂ, അവർ വിളിക്കുമ്പോൾ നമ്മൾ പോകണ്ടേ, അപ്പം നീ തന്നെ പോകണം പറഞ്ഞിട്ട് പറയണത്. സാറ് എന്തൊക്കെയാണ് പറയണത്, ഇവൾ ആരാണ് എന്താണെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് ഞാൻ എന്തിനാ അവളുടെ അടുത്തേക്ക് പോണത്, സാരമില്ല മോളെ, ഒരാൾ വന്ന് ചോദിച്ചു പറഞ്ഞ് നമ്മൾ പോകണ്ടേ, നമ്മുടെ കടമയില്ല അത് ഒക്കെ പറയുന്നു കേട്ടോ. എന്നിട്ട് ശാലിനി പറയും, ഞാൻ നിന്നോട് അന്നേ വന്ന് വെല്ലുവിളിച്ചാണ്, എനിക്ക് ഗിരി ഇഷ്ടമില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങളെ സമാധാനത്തോടെ ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഞാൻ നിന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല ഗിരിയോടൊപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ് കേട്ടോ. എനിക്ക് നിന്റെ പോലീസ് ജോലി നല്ല ഇഷ്ടമല്ലേ, അത് ഞാൻ നിന്നെ നിർത്തിപ്പിച്ച് തരാം, എൻ്റെ വീട്ടിലേക്കൊന്ന് നീ വരണം, വന്നിട്ട് നിന്നെ പെടാപ്പെട് ഞാൻ പെടുത്തിക്കും, അപ്പം നീ ആ പോലീസ് ജോലി നീ താനെ ഒഴിവാക്കുന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്താണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മഞ്ജുവിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല, ആകെ ഒരു പെട്ട അവസ്ഥയിലാണ് ചേച്ചി അനിയത്തിയും കേട്ടോ. പിന്നെയും ശാലിനി പറയുന്നുണ്ട്, നീ എൻ്റെ വീട്ടിൽ വന്നിട്ട് ഞാൻ പറയണതൊന്നും കേൾക്കാണ്ടിരുന്നു പറഞ്ഞാൽ ഇതായിരിക്കില്ല എൻ്റെ സ്വഭാവം, ഞാൻ പറയണ എല്ലാ പട്ടിപ്പണിയും നീ എടുക്കണം, അപ്പം നീ പോലീസ് ജോലി നീ താനെ ഒഴിവാക്കുന്നൊക്കെ പറയണത്, നിന്റെ പോലീസ് ജോലി നീയായിട്ട് തന്നെ കളയുന്നൊക്കെ പറഞ്ഞിട്ട് പറയണേ. നമ്മുടെ ശാലിനിക്കാണെങ്കിൽ ഒരു ഉദ്ദേശമുള്ളൂ, ഗിരിയും മഞ്ജുവും ഒന്നിക്കാൻ പറ്റില്ല, അതാണ് ശാലിൻ്റെ ലക്ഷ്യം, അതിനുവേണ്ടി ഏത് വഴി വേണമെങ്കിലും പോകുമെന്ന് നമുക്ക് ഇപ്പം മനസ്സിലായി ട്ടോ. എന്നിട്ട് ഇറങ്ങാൻ നേരത്ത് നമ്മുടെ മഞ്ജുവിൻ്റെ അടുത്ത് കാറൊക്കെ തുറന്നു തരാൻ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മഞ്ജു പറയും, അതൊന്നും എന്നെ കൊണ്ട് പറ്റില്ല നമുക്ക് പറയണം, അതൊന്നും നീ പറയാൻ പറ്റില്ല, ഇതിൻ്റെ ഉള്ളിൽ ബോംബ് എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ ഞാൻ എങ്ങനെ അറിയാം, നീ തന്നെയല്ലേ ചെക്ക് ചെയ്യേണ്ടത് പറഞ്ഞിട്ട് നമ്മുടെ മഞ്ജു അതും ചെയ്യാണ് കേട്ടോ. ആകെ ഒരു പെട്ടൊരവസ്ഥയിലാണ് രണ്ടാളും, എന്താ ചെയ്യേണ്ടത് രണ്ടാൾക്കും ഒരു പിടിയുമില്ല കേട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇതൊക്കെ ആയിരിക്കും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.